ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം സമയം ഏകദേശം ഒരു 7 o'clock ഒക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഗുഡ് ഈവനിങ് വിഷ് ചെയ്തത്. ഞാനെന്താ ഇവിടെ തകൃതി പിടിച്ച് കുക്ക് ചെയ്യുന്നതെന്നല്ലേ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരോൾ വരുന്ന ദിവസമാണ്. ഈവനിങ് അവർ വരുന്ന സമയത്ത് നോർമലി എപ്പോഴും പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിലെന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വന്നത് പഴംപൊരി ഉണ്ടാക്കാമെന്ന് തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും, പിന്നെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവമാണല്ലോ നമ്മുടെ ഈ പഴംപൊരി. പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, പഴം കുറച്ച് പഴുപ്പ് കുറവ് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ഞാൻ വിചാരിച്ചൊരു രീതിയിലേക്ക് വന്നില്ല. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം അവർ വന്നാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താവിക്കൊണ്ട് അവിടെ എന്തോ കാര്യമായിട്ട് പണി നടത്തുന്നു കേട്ടോ. നമുക്ക് നോക്കാട്ടോ അവിടെ എന്താ പണിയുന്നതെന്ന്. എന്തോ ആത്മാർത്ഥമായിട്ട് പണി ഒപ്പിക്കുകയാണ്. സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അയ്യോ പാവം കേട്ടോ, അതവിടെ ഒരു പണിയും ചെയ്യുമായിരുന്നില്ല. ടോയ്സൊക്കെ അടുക്കി പറിച്ചൊക്കെ നീറ്റാക്കി വയ്ക്കുമായിരുന്നു. സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു പോട്ടല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാവിക്കൊണ്ട് നല്ല ഭ്രാന്തായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ജനലിൻ്റെ അവിടെ പോയി നോക്കും തിരിച്ചു വരും, പോയി നോക്കും തിരിച്ചു വരും. കുറേ നേരമായി ടാവിക്കൂട്ടം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം അവരെത്തും എന്ന് പറഞ്ഞിട്ട്. ഞാനും പറയുന്നുണ്ടായിരുന്നു ഇപ്പം വരും എന്നുള്ളത്. ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഇവിടെ ഇപ്പം ഞങ്ങൾ സെൻറ്റ് മേരീസ് വാർഡാണ്. നമുക്കിവിടെ ഒരു ചർച്ച് തന്നെ ഇങ്ങനെ പല വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ ഇത്ര ഫാമിലീസ്, അടുത്ത വാർഡിൽ ഇത്ര ഫാമിലീസ്, അങ്ങനെയാണ് കേട്ടോ ഓരോ വാർഡെന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ വാർഡിലാണ് കേട്ടോ ഏറ്റവും കുറവ് മെമ്പേഴ്സ് ഉള്ളത്. രാവിലെ ശരിക്കും ഭ്രാന്ത് പിടിച്ചകത്തിരുന്നിരുന്നു. ഇതാ പുറത്ത് വന്നിട്ട് ഇനി ഇതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നുണ്ട്. ടാവിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടെന്നുള്ളത് ടാവിക്കുട്ടി മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് വീണ്ടും അകത്ത് വന്നു. ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്താറായോ എന്നുള്ളത്. സത്യത്തിൽ നമുക്ക് അവർ ടൈം തന്നിട്ടുണ്ടായിരുന്നത് 8:30 ആകുമ്പോൾ വരുമെന്നുള്ളതായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കുറച്ച് ലേറ്റ് ആണെന്നുള്ളത്. നമ്മളിതാ ഇവിടെ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ടാവിക്കൂടെ ഭയങ്കര ബഹളം, മമ്മ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. സത്യം പറഞ്ഞാൽ അതിന് ബോറടിക്കുകയാണ് കേട്ടോ. വേറൊരു പരിപാടി ഇല്ലല്ലോ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാരണമാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. ഒന്നെങ്കിൽ ഫുൾ ടൈം ഡ്രോയിങ്, അല്ലെങ്കിൽ ഗെയിം, അത് ഇത്. വെക്കേഷൻ ടൈം ആണല്ലോ ഇവിടെ. കുറച്ച് ആ പണി ഈ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വെറുതെ അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവമേ ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പനും മോനും കൂടെ ക്രിസ്മസിൻ്റെ സ്റ്റോറിയും അതുപോലെ തന്നെ ഈ ലൈറ്റിൻ്റെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റായി കേട്ടോ. ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. ടാവിക്കുട്ടൻ അവിടെ കിടന്നു തുടങ്ങി. പിന്നെ ചെറുതായിട്ട് എനിക്കും ബോറടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ബോറടിയാണെന്ന് ചോദിച്ചാൽ അല്ല. നമ്മളിപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം അവരിങ്ങനെ വരാൻ ലേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലില്ലേ, സത്യത്തിൽ അത് തന്നെയാണ്. ഞാനിപ്പോൾ അവിടെ ബാൽക്കണിയിൽ പോയി നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. അതാണ് കേട്ടോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരത്തു നിന്നാണെങ്കിലും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമുക്കങ്ങനെ മിഡ് നൈറ്റിലൊന്നും കരോൾസും കൊണ്ട് നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്നേ അങ്ങനെ പാടിക്കൊണ്ടൊന്നും അല്ലെങ്കിൽ സൗണ്ട് ആക്കിയിട്ടൊന്നും വരാൻ പറ്റില്ല. കാരണം ഇവിടെ അങ്ങനെ അലൗഡ് അല്ല കേട്ടോ. പിന്നെ നാട്ടിലെ ഒരു വൈബല്ലല്ലോ. ഇവിടെ കുറച്ച് പേര് മാത്രം, അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് താമസിക്കുന്നവർ മാത്രമേ മലയാളീസ് ഉണ്ടാവുള്ളൂ. നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ശരിക്കും നാട്ടിലെ ആ ഒരു കരോളിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പോകണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളി വൈബാണല്ലേ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ, മറക്കല്ല കേട്ടോ. അങ്ങനെ എന്തായാലും സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. അവസാനം അവരെത്തി കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ടാവിക്കൂടിൻ്റെ നോവ ഇവിടെ കുറേ അധികമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ടാവിക്കൂടിന് നല്ല വിഷമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഡോറ് തുറന്ന് പോയി നോക്കട്ടെ അവർ വരുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയായിരുന്നു. അവർ വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് നോക്കിയതാണ് കേട്ടോ. സന്തോഷമായി അവർ വരുന്നതെന്ന് മനസ്സിലായി. അവർ വരുന്നതുകൊണ്ട് തന്നെ നോവേനെ ബാൽക്കണിയിലേക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു കേട്ടോ. കാരണം പുതിയതായിട്ട് കുറേ പേര് വരുന്നു. പിന്നെ ഇതിൻ്റെ ഈ സൗണ്ടും കാര്യങ്ങളും അവർക്ക് അത്ര ഇഷ്ടമല്ല.
അപ്പോൾ അവൾ ചിലപ്പം വയലൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവളെങ്ങനെ നമ്മൾ കെട്ടിയിടാറില്ല കേട്ടോ, വീട്ടിൽ വെറുതെ ഇങ്ങനെ നടക്കുകയുള്ളൂ. പിന്നെ ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എടുത്ത് കയ്യിൽ പിടിക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവൾക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവില്ല. പിന്നെ നല്ല രീതിയിൽ അവളിങ്ങനെ കണ്ട് പഴക്കമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്തായാലും എല്ലാവരും എത്തി, ഉണ്ണീശനെയൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് മെമ്പേഴ്സ് കുറവാണെന്നുള്ളത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെമ്പേഴ്സ് കുറവാണ്. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കേക്ക് സെയിലും കാര്യങ്ങളും പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം മെമ്പേഴ്സ് കുറവായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. പിന്നെ ഈ തവണ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ സാൻഡേയും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ കരോൾ വരിക, പിന്നെ കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അവർക്ക് ഈ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ അവർ നമ്മുടെ നാട്ടിലെ ആ ഒരു ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാലും അവർക്കത് ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ. നോവയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ കിടന്ന് കുരച്ച് തകർക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലെ കരോൾ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലല്ല, ഇനി വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. രാവിക്കുട്ടൻ ഓടി ഓടി ക്രിസ്മസ് സാൻറ്റയുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ രാവിക്കുട്ടൻ ക്രിസ്മസ് സാൻറ്റയുടെ വടിയൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് സാൻറ്റ വന്നിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രാബീസ് ഹാപ്പിയാണ്. അവരോടൊപ്പം എന്താ ഓടിച്ചാടി പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം ദൂരം പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടോ. രാവിക്കുട്ടൻ കണ്ടതാ കയറി പോകുന്നത്. രാവിക്കുട്ടിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരോളിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയി തുടങ്ങിയ ഒരു സമയം മുതൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ മിസ്സാക്കാതെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കരോളിൻ്റെ ലാസ്റ്റ് വീടാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 11 o'clock കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഞങ്ങൾക്ക് 2 ദിവസമാണ് ഇവിടെ ഈ വാർഡിൽ കരോൾസ് ഉള്ളത്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ലാസ്റ്റ് വീട് എവിടെയാണോ അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈനും കേക്കും പിന്നെ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും പിന്നെ അറിയാത്തവർ കൂടുതൽ പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബോണ്ടാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കരോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ വീട്ടിലെത്തി കേട്ടോ. രാവിക്കുട്ടൻ എന്താ ഇപ്പോഴും ശരിക്കും നല്ല ആക്റ്റീവാണ്. ഇനിയും കുറച്ച് വീട്ടിലൂടെ കരോൾസിന് പോയാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓടിച്ചാടിതാ എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കരോൾസും കാര്യങ്ങളും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ വീഡിയോ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ തന്നെ കുറച്ച് ലേറ്റാണ്. കുറച്ച് ക്രിസ്മസിൻ്റെ തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റായത്. അപ്പം ഇനി നമ്മുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ.